ഇന്ത്യയിൽ ഏറ്റവും അധികം ഭയമില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും പേടിയില്ലാത്ത ഒരാളെ കുറിച്ച് പറയാൻ തുടങ്ങി. എന്താ അങ്ങനെ? അങ്ങനെ ഒരാളുണ്ടാവുമോ? പേടിയില്ലാത്ത ഒരാൾ? അങ്ങനെ മനുഷ്യന്മാരുണ്ടാവുമോ? അങ്ങനെ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ പേര് രാജലക്ഷ്മി നായർ എന്നാണ്. അപ്പോൾ നിങ്ങളോർക്കും ഒരു സ്ത്രീ ആയിരിക്കുന്നു. അല്ല, പുരുഷനാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പുരുഷൻ. അദ്ദേഹത്തെ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയായിരുന്ന ബിപിൻ റാവത്താണ് വിളിച്ചത് ദ മോസ്റ്റ് ഫിയർലെസ് മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഭയരഹിതനായ മനുഷ്യൻ. പേടി എന്ന് പറയുന്നൊരു സാധനം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലില്ല. ഈ കഥയല്ല, നമ്മുടെ തൊട്ടു മുന്നിൽ സംഭവിച്ചതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. അത് ശരിക്കും ദേശാഭിമാനികളായ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഈ കഥ കേൾക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവും. നമുക്ക് എണീറ്റ് നിന്ന് അന്തരീക്ഷത്തിലേക്ക് നോക്കി ഒരു സല്യൂട്ട് കൊടുക്കാൻ പറ്റും തോന്നും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ കഥയാണ് രാജലക്ഷ്മി നായർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാളിയാണ് അല്ലേ? അതെ. വെറും രാജലക്ഷ്മി നായരല്ല, ഋഷി രാജലക്ഷ്മി നായർ, ആർ രാജലക്ഷ്മി നായർ. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ മുതുകുളം സ്വദേശിയാണ്. നമ്മുടെ തൊട്ടടുത്ത് ആലപ്പുഴ ജില്ലയിലെ മുതുകുളം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സായുധ വിഭാഗമുണ്ട് നമുക്ക്. 42 രാഷ്ട്രീയ റൈഫിൾസ്, 42 RR. ജമ്മു കാശ്മീരിൽ നിരന്തരം തീവ്രവാദികളോട് ഏറ്റുമുട്ടി തീവ്രവാദികളെ ഉന്മൂലനം ചെയ്തുകൊണ്ടേയിരിക്കുന്ന, എന്നും യുദ്ധം ചെയ്യുന്ന സേനാ വിഭാഗമാണ് 42 RR. അതിലെ ലഫ്റ്റനൻറ്റ് കേണലാണ് ഋഷി രാജലക്ഷ്മി നായർ. അപ്പോൾ ഋഷി രാജലക്ഷ്മി നായർ ഇന്ത്യയിലെ ഏറ്റവും ഫിയർലെസ് മാനായ, ഏറ്റവും ഭയരഹിതനായ മനുഷ്യനായി മാറിയ കഥ അല്ല, സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ധർമ്മസ്ഥലയുമായൊക്കെ ബന്ധപ്പെട്ട ഒരു മുഖം മൂടി വെച്ച മനുഷ്യൻ അല്ലേ, മറ്റുള്ളവരുടെ ഭീഷണിക്കും പ്രലോഭനത്തിനും സാമ്പത്തിക ലാഭത്തിനും വേണ്ടി ഒരു വിശുദ്ധമായ ദേവാലയത്തെ അപകീർത്തിപ്പെടുത്തുന്ന പച്ചക്കള്ളം പറഞ്ഞ ഒരു മനുഷ്യനെ നമ്മൾ മാസ്ക് മാൻ എന്ന് പറഞ്ഞിരുന്നു. അതെ. പക്ഷേ ഇന്ത്യയുടെ ഫിയർലെസ് മാൻ എന്നത് കൂടാതെ ദ മാസ്ക് മാൻ ഓഫ് ഇന്ത്യ ആരാണെന്ന് ചോദിച്ചാലും അത് ഋഷി രാജലക്ഷ്മി നായരാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ദ മാസ്ക് മാൻ ഓഫ് ഇന്ത്യ ആയത് എന്നതുകൂടിയാണ് ഞാനിനി പറയാൻ പോകുന്നത്. 2017 മാർച്ച് 4 രാഷ്ട്രീയ റൈഫിൾസിലെ ലഫ്റ്റനൻറ്റ് കേണലായിരിക്കുന്ന ഋഷി രാജലക്ഷ്മിയുടെ സംഘത്തിന് ഒരു ഇൻ്റലിജൻസ് വിവരം വരുന്നു. അവിടെ ഒരു കെട്ടിടത്തിൽ തീവ്രവാദികളുണ്ട്, ഭീകരവാദികളുണ്ട്. അവരെ നേരിടാൻ 42 രാഷ്ട്രീയ റൈഫിൾസിൻ്റെ സംഘം ഋഷി രാജലക്ഷ്മി നായരുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ വേണമെങ്കിൽ അവർക്ക് ആ കെട്ടിടം ഒന്നാകെ നശിപ്പിച്ച് കളയാം, തീവ്രവാദികളെ. അത് വേണ്ട, അല്ലാതെ തീവ്രവാദികളിരിക്കുന്ന ആ പ്രദേശം മാത്രം വലിയ കെട്ടിടം ഒന്നാകെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ ആയുധങ്ങൾ, പീരങ്കികളൊക്കെ ആയിട്ട് പോകാം. ഇതൊന്നും വേണ്ട, നമുക്കവിടെ ഒരു അറ്റാക്ക് നടത്തി അതിനകത്ത് കയറി തീവ്രവാദികളെ തിരഞ്ഞു പിടിച്ച് അവരിരിക്കുന്ന ഭാഗം മാത്രം അറ്റാക്ക് ചെയ്ത് അവരെ കീഴടക്കണമെന്ന് തീരുമാനിച്ചു. ലഫ്റ്റനൻറ്റ് കേണലാണ് സംഘത്തെ നയിക്കുന്ന ആളാണ്. സംഘത്തെ നയിക്കുന്ന ആളുകൾ നമ്മുടെ ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ പുറകിൽ നിന്നല്ല, നമ്മുടെ പട്ടാളത്തിൻ്റെ ഓഫീസർമാർ നയിക്കുന്നു, മുന്നിൽ നിന്ന് നയിക്കും. അപ്പോൾ ആദ്യം തീരുമാനിച്ചു IED, ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ്, IED സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ലഫ്റ്റനൻറ്റ് കേണൽ രാജലക്ഷ്മി തീരുമാനിച്ചു IED ഞാൻ വെക്കും. അദ്ദേഹം തൻ്റെ സേനാംഗങ്ങളോട് റെഡിയാക്കാൻ പറഞ്ഞു. അവിടുന്ന് വെടിവെപ്പ് ഇങ്ങോട്ട് വരുന്നുണ്ട്. കൗണ്ടർ ഫയർ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തു. കൗണ്ടർ ഫയറിങ്ങിനിടയ്ക്ക് അദ്ദേഹം IED കെട്ടിടത്തിൽ സ്ഥാപിക്കാനുള്ള IEDയുമായി ഈ പുൽവാമയിലെ കെട്ടിടത്തിലേക്ക് പോകുന്നു. അങ്ങ് പോകുമ്പോൾ പെട്ടെന്ന് ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞ് വന്ന് രാജലക്ഷ്മിയുടെ ഹെൽമെറ്റ് തുളച്ചു. രണ്ടാമത്തെ വെടിയുണ്ട വന്ന് അദ്ദേഹത്തിൻ്റെ മൂക്ക് താർത്തു. മൂന്നാമത്തെ വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ താടി തകർത്തു. കയ്യിൽ IED ഇരിക്കുകയാണ്. രാജലക്ഷ്മി എന്ത് ചെയ്യുന്നറിയോ? കരഞ്ഞില്ല, വീണില്ല, പിന്മാറിയില്ല. മുന്നോട്ട് തന്നെ പോയി ഉദ്ദേശിച്ച സ്ഥലത്ത് IED സ്ഥാപിച്ചു. ഈ 3 വെടിയുണ്ട കൊണ്ട് താടി തകർന്നിട്ട്, മൂക്ക് തകർന്നിട്ട്, ഹെൽമറ്റ് തുളച്ച് വെടിയുണ്ട കയറിയിട്ട് വീഴാതെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി മുഴുവൻ തീവ്രവാദികളെയും കൊന്നൊടുക്കി. അപ്പോഴേക്കും ചോരയിൽ കുളിച്ച് നിൽക്കുന്ന അവരുടെ നേതാവിനെ സൈന്യം
വാരിയെടുത്ത് വണ്ടിയിലിട്ട് 30 കിലോമീറ്റർ അകലെയാണ് ആശുപത്രി. 30 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തെ കണ്ട് മുഖമാകെ തകർന്നിരിക്കുന്ന ഈ ധീര സേനാനിയെ കണ്ട് ആശുപത്രി ജീവനക്കാർ സ്തംഭിച്ചു പോയ, അങ്ങനെ ഒരു പരിക്കു പറ്റിയ, മുഖം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെ അവർ കണ്ടിട്ടില്ലായിരുന്നു. അവരാകെ പതറിയപ്പോൾ രാജലക്ഷ്മി അവരോട് കൈയോർത്തിയിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട. എന്നിട്ട് തൻ്റെ കൂട്ടുകാരോടും വീട്ടുകാരോടുമായി പറഞ്ഞു, ഐ വിൽ കം ബാക്ക്, ഞാൻ തിരിച്ചു വരും. ഭയങ്കര ആത്മവിശ്വാസമാണ്. ഭയങ്കര ആത്മവിശ്വാസം. സർജറി നടന്നു. 28 മേജർ സർജറി 7 മാസത്തിനിടയിൽ രാജലക്ഷ്മിക്ക് നടത്തി. അതെല്ലാം മുഖത്തായിരിക്കും. മുഖത്താണ് വെടികൊണ്ടത്. 28. എന്നിട്ട് മുഖം റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ, മുഖം തിരിച്ച് ഉണ്ടാക്കാനുള്ള സർജറി വരെ നടത്തി. പക്ഷെ എന്നിട്ടും പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞില്ല. മുഖത്ത് മുഴുവൻ കൊണ്ടതിൻ്റെയും സർജറിയുടെയും പാടുകളൊക്കെ ഉണ്ട്. അദ്ദേഹം തീരുമാനിച്ചു മാസ്ക് വെക്കാൻ തീരുമാനിച്ചു. സാധാരണഗതിയിൽ ഇത്രയും പരിക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്താ പറയുക, വോളണ്ടറി റിട്ടയർമെൻറ്റ് മേടിച്ച്, ഹെൽത്ത് ഇഷ്യൂസിൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങിച്ച് നാട്ടിലേക്ക് പോകും. രാജലക്ഷ്മി പറഞ്ഞു, ഐ ആം എ സോൾജിയർ, ഞാൻ പട്ടാളക്കാരനാണ്, എൻ്റെ ജോലി രാജ്യത്തിന് വേണ്ടി, എൻ്റെ സൈന്യത്തിന് വേണ്ടി ജോലി എടുക്കുക, ഞാൻ റിട്ടയർമെൻ്റ് ഒന്നുമില്ല, ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണ് എന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീണ്ടും സർവീസിലേക്ക് ആശുപത്രി വിട്ട് തിരിച്ചു വന്ന അദ്ദേഹം തീരുമാനിച്ചു. സൈന്യം അപ്പോൾ ഉദാരമായിട്ടൊരു കാര്യം തീരുമാനിച്ചു, ഇത്രയും പരിക്കൊക്കെ പറ്റിയല്ലേ, ഇനി RR രാഷ്ട്രീയ റൈഫിൾസിൽ നിൽക്കണ്ട, രാജലക്ഷ്മി ഒരു കാര്യം ചെയ്യൂ, രാജലക്ഷ്മി കേരളത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിൽ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ ചുമതലയിലേക്ക് രാജലക്ഷ്മി നമ്പ്യാർ തിരിച്ചു വന്നു. രാജലക്ഷ്മി ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ്, നോക്കൂ, സംയുക്ത സേനാ മേധാവി, കരസേനാ മേധാവിയല്ല, 3 സേനകളുടെയും അധിപനായിരുന്ന ബിപിൻ റാവത്ത് അദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി കണ്ടു. അസാധാരണ നടപടിയാണ്. പോയി കണ്ടിട്ട് പറഞ്ഞു, തിരിച്ചു വന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും ധീരനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അതാണ് ഋഷി രാജലക്ഷ്മി നായർ. രാജലക്ഷ്മി നായർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ രാജ്യത്തിൻ്റെ അഭിമാനമാണ്, രാജ്യത്തിൻ്റെ പ്രചോദനമാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് സേനാ മെഡൽ കൊടുത്തു, വലിയ അംഗീകാരം. ഈ ഇന്ത്യൻ സൈന്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ധീരനായ പോരാളിയെ രാജ്യം വലിയ അംഗീകാരം കൊടുത്തു, വലിയ ബഹുമാനം കൊടുത്താണ് അദ്ദേഹത്തെ ഇപ്പോൾ കേരളത്തിലേക്ക് വിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വലിയ തമാശ ഉണ്ടായിരിക്കുന്നത്, തമാശയല്ല, അതാണ് ഏറ്റവും, കാരണം തനിക്ക് വെടിയേറ്റത് കാശ്മീരിൽ അല്ലേ, രാഷ്ട്രീയ റൈഫിൾസിൻ്റെ ലെഫ്റ്റനന്റ് കേണലായിരിക്കുമ്പോഴാണ് വെടിയേറ്റത് ഒരു മനുഷ്യന് എന്തൊരു വേദന സഹിച്ചിരിക്കും അല്ലേ. അതെ. കാരണം ആദ്യമേയൊക്കെ വെടികൊള്ളുമ്പോൾ അങ്ങ് മരച്ചു പോകുമായിരിക്കും, എനിക്കറിയില്ല, നമ്മളൊന്ന് റോഡിൽ വീണാൽ ഒരു അടി കിട്ടിയാലൊക്കെ ആ ഭാഗം മരച്ചു പോകുമെന്ന് പറയുന്ന പോലെ ബുള്ളറ്റ്, ഹെൽമറ്റ് തകർന്നു, മൂക്ക് തകർന്നു, താടി മുഴുവൻ തകർന്നു പോയി. എന്നിട്ടും ചോരയിൽ കുളിച്ച് IED സ്ഥാപിച്ച് തീവ്രവാദികളെ മുഴുവൻ കൊന്നതിന് ശേഷം ആശുപത്രിയിൽ എത്തുമ്പോഴും അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു. അതാണ് അവരോട് ഭയങ്കര പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ശസ്ത്രക്രിയ ചെയ്യുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ രാജലക്ഷ്മി ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ ഒരാവശ്യം ഉന്നയിച്ചിരിക്കുക, ഞാനിപ്പോൾ അങ്ങോട്ട് നിന്നിട്ടൊരു കാര്യമില്ല, എനിക്ക് കാശ്മീരിലേക്ക് തിരിച്ചു പോകണം, കേരളത്തിൽ നിൽക്കേണ്ടതെന്നോ. ഞാൻ എൻ്റെ യുദ്ധഭൂമിയിൽ ഞാൻ വെടിയേറ്റ് ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ച് പൂർത്തിയാക്കി, അതിനിടയ്ക്ക് പിന്മാറേണ്ടി വന്ന ഒരു അറ്റാക്ക് എനിക്ക് നേരിടേണ്ടി വന്നു, അവിടേക്ക് എനിക്ക് തിരിച്ചു പോകണം, എനിക്കിനിയും രാജ്യത്തിന് വേണ്ടി പൊരുതണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. അതാണ് ഇന്ത്യയുടെ അഭിമാനിയായ ഒരു സൈന്യം. നമുക്ക് ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ജോലി ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണ്, ഈ സുദർശൻ റെഡ്ഡി എന്ന് പറഞ്ഞ നമ്മുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി കണ്ടെത്തിയ ആ മനുഷ്യനുണ്ടല്ലോ, അയാൾ ഒരു വിധിന്യായത്തിൽ എഴുതി വെച്ചു, പട്ടാളക്കാരുടെ മക്കൾക്ക്, ഈ രക്തസാക്ഷികളായ പട്ടാളക്കാരുടെ മക്കൾക്ക് മെഡിക്കൽ കോളേജിലൊക്കെ പ്രത്യേക പരിഗണന കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയം തെറ്റാണ്, പട്ടാളക്കാരൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശമ്പളവും മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ, എന്താ പറയുക, ഒരാൾ നമ്മുടെ ഉപരാഷ്ട്രപതിയാകാൻ മത്സരിക്കുന്നു. ആ സമയത്താണ് രാജലക്ഷ്മി നായരെ പോലെയുള്ള നമ്മുടെ ജവാന്മാർ സ്വന്തം ജീവൻ കൊടുത്ത്, സ്വന്തം രക്തം കൊടുത്ത് രാജ്യത്തെ സേവിച്ച്, ഗുരുതരമായ പരിക്കേറ്റ് ജീവിതകാലം മുഴുവൻ മുഖം മൂടി ധരിച്ച് സൈന്യത്തിന് വേണ്ടി വീണ്ടും തുടരുക. എന്നിട്ട് പറയുന്നു, സേനയിൽ നിന്ന് വേണമെങ്കിൽ വിരമിച്ചു പോകാമായിരുന്നു, പോയില്ല, ഞാൻ പട്ടാളത്തെ വിട്ട് പോയില്ല എന്ന് പറയുന്നു. എന്നിട്ട് നേരെ തിരിച്ചു വന്ന് ഒരു കാര്യം ചെയ്യൂ, പട്ടാളം ഒരു കനിവ് കാട്ടുകയാണ്. പട്ടാളം ഒരു കനിവല്ല, ഒരു പരിഗണന കൊടുക്കുക, രാജലക്ഷ്മി നീ സ്വന്തം നാട്ടിൽ ജോലി ചെയ്യൂ,
സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുന്ന രാജലക്ഷ്മി പറഞ്ഞു, എനിക്ക് സ്വന്തം നാട്ടിൽ നിൽക്കണ്ട, എനിക്ക് ഇനിയും അവിടെ പോകണം, അവിടെ പോയിട്ട് വീണ്ടും തോക്കെടുക്കണം, വീണ്ടും തീവ്രവാദികൾക്ക് നേരെ നിറയുതിർക്കണം, എൻ്റെ രാജ്യത്തിന് വേണ്ടി പൊരുതണം എന്ന് പറയുന്ന ഈ സൈനികർക്ക് നമ്മൾ എന്ത് പകരം കൊടുക്കും സിനു? അവരവിടെ വെടിയേറ്റ് ജീവൻ കൊടുത്ത് ചോര ചിന്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ സ്റ്റുഡിയോയിലിരുന്ന് വളരെ വികാരം നമ്മളിങ്ങനെ എന്താ സ്വതന്ത്രമായി സംസാരിക്കുന്നു, നമ്മൾ വഴിയിലിറങ്ങി നടക്കുന്നു. ഓണം വരികയാണ്, കേരളം ഒരു കോടിക്കണക്കിന് രൂപയുടെ കള്ള് കുടിച്ച് തീർക്കും അല്ലേ? കോടിക്കണക്കിന് കണക്ക്, അത് കഴിയുമ്പോൾ ബൗക്കയുടെ കണക്ക് വരും. എത്ര മലയാളി ഈ ഓണത്തിന് കുടിച്ചത് 250 കോടി. ഇതൊക്കെ നമുക്ക് കഴിയുന്നത് രാജലക്ഷ്മിയെ പോലെയുള്ള ആളുകൾ അങ്ങും അഞ്ഞും മൂടിയ സിയാച്ചിനിൽ അല്ലേ? അതെ. അവർ ഈ നമ്മളിവിടെ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മലയാളികളായ സൈനികർ ഉൾപ്പെടെയുള്ളവർ ആ സിയാച്ചിനിൽ ഉറങ്ങാൻ പറ്റാതെ കൊടും തണുപ്പിൽ -50 ഡിഗ്രി വരെയൊക്കെ തണുപ്പുണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ കേട്ടിട്ടുള്ളതാണ്. എന്നാലും -ഡിഗ്രിക്ക് താഴെ തണുപ്പിൽ കാവൽ നിൽക്കുന്നു. കാർഗിലിലെ മലനിരകളിൽ അല്ലേ, ടൈഗർ ഹിൽസിലും ദ്രാസിലുമൊക്കെ നമ്മുടെ പട്ടാളക്കാർ കാത്തിരിക്കുന്നു. ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും അതിർത്തിയിൽ കാത്തിരിക്കുന്നു. എന്തിന്? അന്തർവാഹിനികളിൽ വെളിച്ചം കാണാതെ 3-4 മാസം കടലിനടിയിൽ നമ്മളെ കാത്തുരക്ഷിക്കാൻ വേണ്ടി മനുഷ്യർ, അന്തർവാഹിനിയൊക്കെ ഒരു ട്യൂബാണേ, പരിമിതമായ സൗകര്യത്തിൽ വെളിച്ചം സൂര്യപ്രകാശം കാണാതെ ടെലഫോണിലൊന്നും സംസാരിക്കാൻ കഴിയാതെ, കാരണം കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല, കാരണം അവരെ ട്രേസ് ചെയ്യും. അന്തർവാഹിനികളിൽ നമ്മുടെ പട്ടാളക്കാർ നമ്മളെ കാത്തുരക്ഷിക്കാൻ വേണ്ടി, നമ്മളിവിടെ ഈ പെണ്ണുപിടിയന്മാർക്ക് വേണ്ടിയിട്ട് സമരം ജാഥ നടത്തുന്ന ഈ രാഷ്ട്രീയ കോമാളികൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്നു. നമ്മൾ അറിയുന്നുണ്ടോ പട്ടാളക്കാർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം? അപ്പോൾ രാജലക്ഷ്മി നായർ എന്ന് പറയുന്ന മലയാളി ഇന്ത്യയിലെ മുഴുവൻ പട്ടാളക്കാരുടെയും പ്രതീകമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഓരോ മലയാളിയും നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ഈ എല്ലാ പട്ടാളക്കാരനും നമ്മുടെ നാട്ടുകാരൻ, രാജലക്ഷ്മി നായർ മാത്രമല്ല. ഏതായാലും നമുക്ക് അഭിമാനമാണ്, നമുക്ക് സന്തോഷമാണ്. അദ്ദേഹത്തിൻ്റെ കഥ, ഈ മാസ്കുമാൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് വീണ്ടും ഓർമ്മയിൽ വന്നത്. ഏതായാലും രാജലക്ഷ്മി നായർക്ക് ABC മലയാളത്തിൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.